ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി റൗണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. ഇത്രയധികം കണ്ടസ്റ്റൻസ് അതിന് അകത്തുള്ളപ്പോൾ കുറച്ചും കൂടെ ആളുകൾ എലിമിനേറ്റ് പോയതിന് ശേഷമാണ് ഈ ഫാമിലി റൗണ്ടൊക്കെ വരുന്നത്. ഇപ്പോൾ ഇത് പെട്ടെന്ന് വരാൻ എന്താണ് കാരണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില അടുത്ത് തന്നെ എലിമിനേറ്റ് ആയി പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫാമിലി റൗണ്ടിൽ ആദിലിന് നൂറയ്ക്ക് വേണ്ടി തന്നെ അവരുണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഫാമിലി റൗണ്ട് ഈ ഒരു വർഷത്തിൽ. കഴിഞ്ഞ വർഷം അങ്ങനെ ചില അവർക്ക് ഇത് ഭയങ്കര TRP കൂടുന്ന ഒരു ഇതാണ് ഫാമിലി റൗണ്ട് എന്നത്. പ്രത്യേകിച്ച് അഖിൽമാരാരുടെ ആ ഒരു ഫാമിലി വന്നതിന് ശേഷം ഇവരതൊരു വലിയ ബിഗ് ബോസ് വലിയൊരു കണ്ടന്റ് ആക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഈ ഫാമിലി റൗണ്ട് എന്നുള്ളത്. ഇപ്പം ഈ ഒരു സീസണിൽ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത് ആദിലയുടെയും നൂറയുടെയും. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് ആയാലും മതി, നൂറയുടെ ആയാലും മതി. അപ്പോൾ ഇപ്പം തന്നെ അവർ ഫാമിലിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വരുമോ വരില്ലേ എന്നൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കുമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു TRP ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഫാമിലി റൗണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും ആദിലനെ ട്രോളിക്കൊണ്ട് അക്ബർ പറയുന്നുണ്ട്, ഫാമിലി റൗണ്ടൊക്കെ ആയാലും ഇപ്പോൾ ആദിലയുടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ദിയാസനം ഇങ്ങ് എത്തും എന്ന് പറയുന്നുണ്ട്. ഒരു സർക്കാസമാണെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു, അവർ ഫാമിലിയിൽ നിന്ന് അകന്നു പോയി, ഫാമിലിയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉണ്ടാവുമല്ലോ ഫാമിലി അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവരെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും ഇതേപോലെ തന്നെ ജീവിക്കണം ഒക്കെ അവരുടെ ഒരു ആഗ്രഹമാണ്. അത് നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളതല്ല. അപ്പോൾ നമുക്കറിയാലോ അകന്നു പോയി നിൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കുന്നത്. അപ്പോൾ അത് ഏഷ്യനെറ്റും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ അവർ ഫാമിലി അവരെ അക്സെപ്റ്റ് ചെയ്യണം തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടെ ഫാമിലിയുടെ ഉള്ള അവരുടേതായ ഒരുപാട് തീരുമാനങ്ങളുണ്ടാവും. അവർ പോയിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സമൂഹത്തിന് മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലൊക്കെ. അപ്പോൾ അവർക്ക് ഫാമിലിയെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഏഷ്യനെറ്റും ലാലേട്ടനൊക്കെ പറഞ്ഞ പോലെ പറയാനേ പറ്റുള്ളൂ. പക്ഷേ അവരെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ വരില്ല എന്ന് അക്ബർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ദിയാസനെ ആയിരിക്കും വരിക എന്നുള്ളത്. അത് ശരിക്കും ആദിലയുടെ ഹൃദയത്തിൽ തന്നെ തട്ടിയെന്ന് പറയാം. ആദില കരയുന്നുണ്ട്, ഇമോഷണലായി കണ്ടപ്പോൾ വിഷമം തോന്നി. ഈ അക്ബറിന് തമാശകൾ എവിടെ പറയണമെന്ന് അറിയാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ പലർക്കും അത് ഹേർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ പാരഡി ഗാനങ്ങളൊക്കെ അക്ബർ അതിനകത്ത് പാടുന്നുണ്ട്. ബിന്നിയെ കുറിച്ചൊരു പാരഡി ഗാനം പാടിയിട്ടുണ്ട്. അത് ബിന്നിയെ എത്രമാത്രം പൊതുജനങ്ങളുടെ ഇടയിൽ അവഹേളിക്കുന്ന തരത്തിലാണ് അത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് വലിയ തമാശയായി. ബിഗ് ബോസ് ടീം അത് വലിയൊരു ഹൈപ്പാക്കി വലിയ തമാശയാക്കി അത് പുറത്തേക്ക് വിട്ടു. പക്ഷെ അത് ബിന്നിയെ സംബന്ധിച്ച് അത് എന്നും ബിന്നിയുടെ ഒപ്പം ഈ ഒരു പാട്ട് നിലനിൽക്കുന്ന കാര്യം ഉറപ്പാണ്. പ്രേക്ഷകർക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ കളിയാക്കുന്ന രീതി കൂടുതലാണല്ലോ. അപ്പോൾ ഈ ബിന്നിയുടെ ഈ ഒരു പാട്ട് കിട്ടുമ്പോൾ എന്തായാലും ബിന്നിയെ ട്രോളി കൊല്ലാനുള്ള എന്നിട്ട് പുറത്ത് കിടക്കുമ്പോൾ എന്തായാലും എല്ലാ ഇൻ്റർവ്യൂവിലും ബിന്നിക്ക് ഇതിനൊരു മറുപടി അല്ലെങ്കിൽ ബിന്നിയെ കൊണ്ട് തന്നെ ഈ ഒരു പാട്ട് പഠിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഈ ഫാമിലി റൗണ്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നൂറയുടെയും ആതിരയുടെയും ഈ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തത്രപ്പാടിലാണ് ഇതിപ്പോൾ തട്ടിക്കൂട്ടിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഫാമിലി റൗണ്ടിൽ എനിക്ക് ഒരാളുടെ മുഖം മൂടി പൊളിഞ്ഞു വീണ പോലെ തോന്നിയത് അനീഷാണ്. അനീഷ് അമ്മേനെയും അനിയനെയും കണ്ടതിന് ശേഷം അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെയോടുള്ള ഒരു അപ്രോച്ച്, അവരെ അച്ഛനും അമ്മേനെയും ബ്രദറിനെയും കാണിച്ചു കൊടുക്കുന്നു, അവരായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നു. ഇതൊന്നും അനീഷ് അതിനകത്ത് ഇന്ന് വരെ കാണിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അനീഷ് യഥാർത്ഥത്തിൽ ഇത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റിനോട് ഇത്രയധികം ഇഷ്ടം അനീഷ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോ. അപ്പോൾ അനീഷിൻ്റെ അമ്മ വന്നു ആതിരയോട് മാപ്പ് കൊടുക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഇതൊരു ഡ്രാമയാണ്. ഈ ഫാമിലി ഈ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി വരുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഡ്രാമയാണ്. എനിക്കൊരു സീരിയൽ കാണുന്ന പോലെ തോന്നും. അതിനകത്ത് ഇവർ തമ്മിലുള്ള ഭയങ്കരമുള്ള വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെല്ലാവരും വന്നു കഴിഞ്ഞു ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ് ചോദിച്ചാൽ ഉടനെ ആരൊക്കെ ആയിട്ടാണ് പോട്ട് ചെയ്ത് നിൽക്കുന്നത് അവരെയാണ് ഇവർ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു തരം ഫാമിലിയുടെ ഒരു തന്ത്രമായിട്ടാണ്, ഡ്രാമ, പക്ക ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നാളത്തെ പ്രൊമോയില് അക്ബറിന്റെ ഫാമിലിയാണ് വരുന്നതെന്ന് കാണുന്നത്. അക്ബർ കുറേ കണ്ണീരൊക്കെ ഒഴുക്കി നിൽക്കുന്നുണ്ട്. ഇവർക്ക് അറിയാം ഇതൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് പോകുന്നു, ഇവരെ ഗെയിമിന് ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്യും എന്നൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവർ ഈ ഡ്രാമ കളിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു 3 മാസം ഇവർക്ക് ഒരു ഫാമിലിനെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല? ഇവർ ജോലിക്ക് വേണ്ടിയിട്ടോ സീരിയൽ തിരക്കുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ പുറത്ത് പോകുമ്പോൾ ഇവർ ഫാമിലിയൊക്കെ സ്ഥിരം കണ്ടിട്ടാണ്. അപ്പോൾ പറയും വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ അറ്റാച്ച്ഡ് ആവുന്നത്. ഈ ഒരു ഗെയിം അങ്ങനെയാണല്ലോ, 100 ദിവസം അതിനകത്ത് എല്ലാം സഹിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ. ഏകാന്ത വാസം താണ്ടി എന്നൊക്കെയാണ് പാട്ട് തന്നെയുള്ളത്. അപ്പോൾ
ഈ ഫാമിലിയൊക്കെ വിട്ട് ഒരു ഡ്രാമ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ ഒരു സെഗ്മെന്റ് ഒട്ടും താല്പര്യമില്ലാത്ത സെഗ്മെന്റാണ് അതിൻ്റെ ഉള്ളിൽ. അടുത്ത ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുമോളുടെ വീട്ടുകാരെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ആകെ കരഞ്ഞ് ആദിലോടും നൂറോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരും കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അനുമോള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഭയങ്കര ഇമോഷണൽ, അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര ഇമോഷണലാണ്. അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയുന്ന ആൾക്കാരാണ്. അപ്പൊ അനുമോൾ ഇതിനകത്ത് അങ്ങനെ കരഞ്ഞപ്പോൾ എപ്പോഴും ഡ്രാമ കളിക്കാണ്, കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണെന്ന് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ അച്ഛനമ്മയും വന്ന് ഈ 3 പേരും വന്നിട്ട് ഇതേപോലെ ഇവിടെ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്കും ട്രോള് വരും. പിന്നീട് അവർ ഈ വീടിനകത്തുനിന്ന് വീട്ടിൽ പോകുമ്പോൾ അവർക്കത് കാണേണ്ടി വരും, അവർക്ക് വിഷമാവും. ഇന്ന് വരെ അവരങ്ങനെ യാതൊരു വിഷമങ്ങളും ഒന്നും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഈ മോള് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ട്രോളൊക്കെ കാണേണ്ടി വരേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് പേടിച്ചിട്ടാണ് അനുമോള് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ആരും വരണ്ട എന്ന് അനുമോള് പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. കുറേ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല, അവർ വന്ന് കരയുമ്പോൾ ഇതിന് ട്രോളന്മാർ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ പല സിനിമകളുടെ കട്ടിങ്സ് ഒക്കെ ഇട്ട് ഇവരെല്ലാവരും അതിന് കഥാപാത്രങ്ങളാക്കി ഓരോ ട്രോളുകൾ ഇറക്കാനും അത് റീൽസ് ആക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അതിനുള്ള കുറ്റം പറയാൻ പറ്റില്ല. എങ്കിലും ഫാമിലീസ് വരുമ്പോൾ ഒരുപാട് ഭക്ഷണമായിട്ടാണ് വരുന്നത്. ആ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നെവിൻ എന്തിനാണ് ഇത്ര ആർത്തി? നമുക്കൊരു സാമാന്യമായിട്ട് നമുക്ക് ഒരു ബോധമൊക്കെ വേണ്ടേ? ഇത് അയാളത് തമാശയായിട്ടാണ് എടുക്കുന്നതിൽ ഒരു ഫൺ എലമെന്റ് ആണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഫൺ എലമെന്റ് ആയിട്ട് തോന്നുന്നില്ല. ഭയങ്കര ബോറിംഗ് ആണ് അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ ഒരു തരം ചേഷ്ടകളും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു തരം പുച്ഛമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നെവിൻ്റെ ഈ ആറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. അത് എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ ഒരു തരം മറ്റുള്ള ആൾക്കാരുടെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു. ഇപ്പൊ തന്നെ ബിന്നിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ബിന്നിയേക്കാളും കൂടുതൽ അണിഞ്ഞൊരുങ്ങി വന്ന് നൂബിനെ വെൽക്കം ചെയ്യാൻ വന്ന് നിൽക്കുന്നു. പിന്നെ അതിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. ഞാൻ ചോറുണ്ണുമ്പോൾ താങ്കൾ നോക്കി തന്നെയാണ്. ഇയാൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഈ ഷാനവാസ് പറഞ്ഞ കാര്യം 101% ശരിയല്ലേ? ഇയാൾ ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള എല്ലാ ആണുങ്ങളോടും ഇതേ അപ്രോച്ച് ആണല്ലോ ഈ ഈ ഈ നെവിൻ എന്ന് പറഞ്ഞ ആളെടുക്കുന്നത്. ഇയാൾക്ക് ഒരു ഫാമിലി ഉള്ളതല്ലേ? അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് ഹസ്ബൻഡ് വരുമ്പോൾ ഇവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അയാൾ സ്വീകരിക്കാൻ എൻ്റെ ഇഷ്ട നായകനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ വരെ നാണമാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രി കെടുക്കുന്ന സമയത്ത് നൂബിനും അതുപോലെ ഭിന്നും കെടുക്കുന്ന സമയത്ത് എത്തി നോക്കും, അപ്പുറത്തെ കട്ടിൽ നിന്നിട്ട് എത്തി നോക്കും. ഇത് ഇയാൾ കോമഡി ആയിട്ട് ഒരു തവണ കാണിച്ച് ഓക്കെ കോമഡി ആയിട്ട് നോക്കുക. പിന്നെ അവർക്ക് ഒരു സൗകര്യം കൊടുക്കുന്നില്ല. ഒരു ഹസ്ബൻഡും വൈഫും അവിടെ വന്നത് അത് അവരിഷ്ടത്തിന് വന്നല്ലോ. ബിഗ് ബോസ് അവർക്ക് ഒരു ഭിന്നിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ആനുകൂല്യം എന്നുള്ള രീതിയിലാണ് നോബിന് ഇത്രയും ദിവസം അവിടെ നിൽക്കാനുള്ള ഒരു അത് കൊടുത്തിട്ടുള്ളത്. അഭിലാഷ് പോകാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അതേപോലെ ഇപ്പൊ എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ് ഈ കണ്ടസ്റ്റന്റ് നെവിൻ അതിനകത്ത് കുറച്ച് കോമഡി ഒക്കെ ആവാം, ഫൺ എലമെന്റ് ഒക്കെ നമുക്ക് താല്പര്യം. പക്ഷെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന പോലെ എനിക്ക് നെവിൻ്റെ ചില ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഒരുപാട് ദേഷ്യം തോന്നുന്നത്. അത് അയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്? അയാൾ തമാശ കാണിക്കാനാണെങ്കിൽ അത് വളരെ ബോറടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല എത്ര ആൾക്കാർ അദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് എന്തും ചെയ്തിട്ട് ആരുടെ മേത്തും ഇപ്പൊ ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ കാല് കൊണ്ടുവന്ന് അയാളെ മേത്തിട്ട് അയാളെ ഒരുപാട് ഇറുക്കി പിടിച്ച് അത് അയാളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു വാക്കുമുണ്ട്. ലവ് ലാംഗ്വേജ് അവൻ്റെ അങ്ങനെയാണ്. അവൻ്റെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ബിന്നും പറയണേട്ടോ അവൻ്റെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണ്. ഈ നൂബിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഈ കാലും കയറ്റി നൂബിൻ്റെ മേത്ത് വന്ന് കെടുക്കുമ്പോൾ ബിന്നി എത്രത്തോളം ഇതിനെ പ്രതികരിക്കുമെന്ന് നമുക്കും എനിക്ക് തോന്നുന്നത് നെവിൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഭിന്നിയുടെയൊക്കെ ഈ ശരിക്കളിയാകത്തുള്ള എല്ലാം പുറത്തു ചാടുമായിരുന്നു. എന്താണ് എന്നാണ് സ്വന്തം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എടുത്തെങ്കിൽ ഷാനവാസ് ചെയ്തുള്ള ആ കാര്യത്തിനെ ബിന്നി സപ്പോർട്ട് ചെയ്യുകയോ എതിർക്കുകയോ എന്നുള്ളത് അപ്പം കാണുമായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. തൊട്ടപ്പുറത്ത് വന്ന് കിടന്നിട്ട് നൂറിൻ്റെ നൂബിൻ്റെ മേത്ത് ഇതുപോലെ കാലൊക്കെ ഇട്ട് ഒരുപാട് ക്ലോസ് ആയിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ എടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പിന്നെയായിട്ട് മാറി. ഇപ്പം തന്നെ പറഞ്ഞു നീ എന്തിനാടാ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിട്ട് നീ മാറിക്കിടാന്ന് തുടക്കത്തിലേ പറഞ്ഞത്. ഒരു തരം പുച്ഛഭാവത്തിൽ തന്നെ പറഞ്ഞത്. നീ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ നോട്ടിടണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിന്നി പറയുന്നത്. ബിന്നിക്ക് തീരെ താല്പര്യം, ഒരു ഭാര്യമാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഈ നെവിൻ വീട്ടിൽ നിന്ന് വരുന്ന കുറേ സാധനം കൊണ്ടുവരും, അത് കാർത്തി പിടിച്ച് തിന്നുന്നു. എന്തൊക്കെയാണ് അയാൾ കാണിക്കുന്നത്? അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ ഫാമിലി റൗണ്ടിനോട് വലിയ ഒരു താല്പര്യമില്ല. മറ്റുള്ള ഗെയിമും അവരുടെ കാര്യങ്ങളായിട്ട് ഈ ബിഗ് ബോസ് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരാഴ്ച ഈ ഫാമിലിയും വന്നു അന്ന് അവർക്ക് പുറമേയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഗെയിമും ചേഞ്ച് ആക്കാൻ പറ്റും, അതുമില്ല. പുറമേ ഒരു കാര്യം പറയാൻ പാടില്ല.
കുറേ സാധനങ്ങൾ ഗസ്റ്റ് പോലെ വന്ന് ഇവർക്ക് തിന്നാൻ കുറച്ച് സാധനങ്ങൾ വരുന്നു. മോനെ എത്ര മോശമായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും മോനെ അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ അച്ഛ നന്നായി കളിക്കുന്നു, ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി. ഇത് പറയാനാണെങ്കിൽ അവർ എന്തിനാണ് ഇതിനകത്തോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞ ഫാമിലി വന്നിട്ട് നിങ്ങളെ കളി എത്ര നല്ലതായിട്ടല്ല പോകുന്നത്, നിങ്ങൾ ശരിയല്ല കേട്ടോ ചെയ്യുന്നത്, അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ കഴിയുമ്പോൾ എങ്ങനെ ചേഞ്ച് ആവും നമുക്കറിയാലോ. കാരണം ഒരാളുടെ ഫാമിലി മാത്രമല്ലല്ലോ വരുന്നത്, എല്ലാവരും ഫാമിലി വരുമല്ലോ. അവരുടെ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെ ഗെയിമാണ്. ഫാമിലി വരുന്നു, കുറേ നാടകം കളിക്കുന്നു. എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്. ആ മോളും മോനുമായിട്ടായിരിക്കും ഭയങ്കര അടി ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് അവർ കയറുന്ന തലേദിവസം വരെ അടി ഉണ്ടാക്കിയുള്ള ആൾക്കാരായിരിക്കും. മോളെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഒരു ഗെയിം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡ്രാമയാണ്. ഈ ഫാമിലി റൗണ്ട് തന്നെ ഡ്രാമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണാൻ ഒട്ടും താല്പര്യമില്ല. ഈ ഒരാഴ്ച ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നതന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.